സലു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഈ എപ്പിസോഡ്. അപ്പോൾ നമ്മളുടെ സലു കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു വരുതേ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിലേക്കൊന്ന് പോയാലോ. ഇന്നത്തെ നമ്മളുടെ 5:42 പ്രഭാതമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അവിടെ കണ്ടോ ചന്ദ്രനെ. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എല്ലാം 1/2 കപ്പ് വീതം വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെജിറ്റബിൾസ് നകക്കെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ഏലക്ക, 4 പീസ് ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം, പിന്നെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഈ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ആ ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടും. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നത് പെട്ടെന്ന് അരഞ്ഞു കിട്ടാനാണ്. പിന്നെ സ്ലിറ്റ് ചെയ്ത ഒരു 8-10 കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്തത് വെള്ളത്തോടു കൂടി തന്നെ ഇടും. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു പിടി മല്ലിയില, 3 പച്ചമുളക്, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് വെള്ളമില്ലാതെ ഇത് പൾസ് ചെയ്ത് ആദ്യം ഒന്ന് അരച്ചെടുക്കും. അതിനുശേഷം മാത്രമാണ് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളം, നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എങ്കിലേ ആ ഒരു ശരിക്ക് ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കും. ഇപ്പോൾ വെജിറ്റബിൾസും അരപ്പും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മല്ലിയും മുളകും എല്ലാം ഒന്നായ മിക്സായി പോയി. ഇനി അത് എടുപ്പെടുക്കുമ്പോൾ മാറ്റേണ്ടി വരും അല്ലേ? ഇനി അത് വല പിടിച്ചത്. ഇന്ന് നല്ല വെയിലുണ്ടല്ലേ? മഴ വീഴുകയാണെങ്കിൽ നോക്കിക്കോണം. ഉമ്മ പറയുന്ന കാത്തിരിക്കണ്ട. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും വെജിറ്റബിൾ കുറുമയായിരുന്നു. നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള കറികൾ തയ്യാറാക്കാൻ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഇന്ന് ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇരുമ്പ് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവയും 2 ടീസ്പൂൺ കുരുമുളക്, മുഴുവനെയുള്ള കുരുമുളകില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ 8-10 ചെറിയ ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8-10 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാനിവിടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കും. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വെന്ത് വരുന്ന ആ സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ.
ഇതിവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. മീൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ കറി തയ്യാറാക്കുമ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് കിട്ടും. നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ 2 കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ചാള മീൻ. അപ്പം അയല മീനും ഇതുപോലെ വെക്കാൻ നല്ലതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇന്ന് കഴിക്കുന്നതൊന്നും ഇന്ന് വെച്ചിട്ട് നാളെ കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. കേട്ടോ, നല്ല കുറുകിയ ചാറാണ് ഇതിന്. നമുക്ക് ബാക്കി കരിവേപ്പിലയോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം നമ്മൾ വെച്ചിട്ടൊരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നെയ്മത്തി, ഇതിപ്പോൾ നെയ്മത്തിയാണ്, അതിൽ നെയ്യും പരുവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നെയ്മത്തി ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നല്ല കൊഴുത്ത കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കോ പുട്ടിനോ ഒക്കെ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചതെടുക്കാം. കുറച്ച് കരിവേപ്പില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ദേ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാനിവിടെ ഊറ്റിയെടുക്കുകയാണ്. അപ്പം ചോറ് ഊറ്റി മാറ്റി വെച്ച ശേഷം ഞാൻ ഈ ബീട്രൂട്ട് തോരൻ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ നിസാറിക്ക് ഉച്ചയ്ക്ക് ഊണിന് വരുന്ന ഒരു 2-2:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉണ്ണാനായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ ഊണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി ടേബിളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ബീട്രൂട്ട് ഉണ്ടാക്കി അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഈ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കും കേട്ടോ. പാവയ്ക്ക ആയതുകൊണ്ടാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഈ വെള്ള പാവയ്ക്ക ആയതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത്. ഞാനിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനേ. ഇവിടെ ഞാൻ മാത്രമേ പാവയ്ക്ക കഴിക്കൂ, ഇവർക്കൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളാണ്. മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഇത്ര ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പിട്ടോന്ന് മറന്നുപോയി. നല്ല അടിപൊളി കയ്പ്പ് കേട്ടോ, സൂപ്പർ കയ്പ്പ്.
അല്ല ഒന്നാന്തരം കയ്പുമുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ. വീണ്ടും നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഞാൻ മത്തി കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്കൊക്കെ ഇതുപോലെ മുളക് കറിയാണോ ഇഷ്ടം, മത്തി കേട്ടോ, അതേ തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണോ ഇഷ്ടം? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ നമ്മുടെ പാവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴത്തെ മേഘങ്ങളെ കണ്ടോ? ഇപ്പോൾ സമയം എത്രയാണെന്നറിയാവോ? 2 മണി. ഇന്നും കൂടിയേ ഞാൻ എൻ്റെ ഈ മുളകും മഞ്ഞളും ഉണക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ കുടംപുളി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഉണക്കാനിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വെയിൽ കൊണ്ടാൽ മതിയാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഇന്നത്തെ ലഞ്ചിനൊന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, നല്ല കുറുകിയ മീൻചാറാണിത്. ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. ഇഷ്ടപ്പെട്ട ഒരു സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാവയ്ക്ക. കയ്പ്പ് ഇന്നത്തെ നല്ല കയ്പ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം ഒന്നും കൂടി കൂടും. ഭയങ്കര ഇഷ്ടമാണ്. റിച്ചുവിൻ്റെ പ്രിയപ്പെട്ട കുറച്ച് ചോറിട്ട് കഴിക്കും. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.